ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ VM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ആൻറ്റിയുടെ ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മന്തിയുടെ കോഴിയുടെ മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ജീരകം, കുരുമുളക് പൊടി, മന്തി മസാല, പിന്നെ സൺഫ്ലവർ ഓയിലും പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റ് അടിച്ചെടുത്തിട്ട് ജ്യൂസാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും സ്നാക്ക് കട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സുർക്ക പാകത്തിന്, പിന്നെ കളറ് എന്നിവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ ചേരുവകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇതിലോട്ട് കോഴി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കോഴി ഇപ്പോൾ ഇത് സ്കിൻ കോഴിയാണ്. പിന്നെ ഇത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിൽ വെച്ച് പൊരിച്ചെടുക്കുകയാണ്. എണ്ണ ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായിട്ട് നമുക്ക് നമ്മുടെ കോഴി ഇതിലോട്ട് ഇടാം. കോഴി പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊരിഞ്ഞു വന്നിട്ട് മാറ്റാം. നമ്മൾ ഫസ്റ്റ് ഇട്ടത് വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ബാക്കിയുള്ളതും അവിടെ പൊരിക്കാം. അപ്പോൾ രണ്ടാമത്തെ ഞങ്ങൾ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതും പൊരിച്ച് വന്നിട്ട് ഞങ്ങൾ ഇതിലോട്ട് ഇടും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പൊരിച്ചാനിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാനും വിട്ടുപോയതാണ്. ഇപ്പം നമ്മുടെ ചോറ് തിളപ്പിച്ച് വിട്ടാനായിട്ട് ഇവിടെ വെള്ളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ടുള്ളത് ഏലക്ക, കുരുമുളക്, ഉപ്പ്, ഉണക്കനാരങ്ങ, പിന്നെ മാഗി ക്യൂബ്, പച്ചമല്ലി, നല്ല ജീരകം, കറുകപ്പട്ട, പിന്നെ സൺഫ്ലവർ ഓയിൽ പാകത്തിന് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തിളപ്പിച്ച് വിട്ടാനുള്ള വെള്ളത്തിലേക്ക് ഇപ്പോൾ നമ്മൾ സവാളയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തിളപ്പിച്ച് വിട്ടാനുള്ള അരിയിലോട്ട് ഇപ്പോൾ നമ്മൾ മന്തിയുടെ അരി ഇടാണ്. നമ്മൾ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടിക്കിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാഗി ക്യൂബും പിന്നെ ക്യാപ്സിക്കം പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് ക്യാരറ്റ് ജ്യൂസ് അടിച്ചതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 4 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇപ്പോൾ നമ്മുടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊരിച്ച കോഴിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും
ഒക്കെ നന്നായിട്ടൊന്ന് ആ കോഴിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് കൂട്ടാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ 4 മാഗി ക്യൂബ് അതിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സൽക്കാരത്തിനായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചോറ് വെക്കുന്നുണ്ട്. 8 കിലോനൊക്കെ ചോറുണ്ട് കേട്ടോ. ഇതിൽ പൊരിച്ച കോഴി കുറച്ച് താഴെ വെച്ചിട്ട് പിന്നെ മല്ലിച്ചപ്പൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോറിൽ അങ്ങനെ ഊച്ചിക്കൊണ്ടിരിക്കുന്ന ചോറത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കോഴി പീസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചോറും പൊരിച്ച കോഴിയൊക്കെ ഇതിലിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഒഴിക്കുന്ന കളറാണ് കേട്ടോ. ഭയങ്കര പുള്ളി ഇഷ്ടമാണ്. കഞ്ഞിവെള്ളം കുടിച്ചോ? പോത്ത് കരയുമ്പി കണ്ണുകളുണ്ട്. എന്ത് ഭംഗിയ പോത്തിനെ കാണാൻ എന്ത് ഭംഗിയ.